ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ് റൂട്ടീൻ്റെ കോളിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ കോളിംഗ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ഫംഗ്ഷനെ ഞാൻ കോൾ ചെയ്യാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ ഫംഗ്ഷൻ ബോഡിയിലേക്ക് പോവാണ്. അതായത് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനെ നമ്മൾ പ്രൊലോഗ് എന്ന് വിളിക്കും. അതേപോലെ ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാനൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനെ എപ്പിലോഗ് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സബ് റൂട്ടീൻ കോൾ എന്ന് പറയുന്ന കാര്യത്തിനെ 3 ടൈപ്പ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോളറിൽ വെച്ച്, അതായത് കോളറിൽ വെച്ച് ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനെ നമ്മൾ കോളിംഗ് സീക്വൻസ് എന്ന് വിളിക്കും. അതേപോലെ കോളി, അതായത് ഞാനിപ്പോൾ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെയാണ് വിളിക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷന്റെ അകത്ത് വെച്ച് ആ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനെ പ്രൊലോഗ് എന്ന് വിളിക്കും. ഇനി ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും? ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അതിനെയാണ് എപ്പിലോഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കോളിംഗ് സീക്വൻസ്, പ്രൊലോഗ്, എപ്പിലോഗ്, ഈ 3 കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോളിംഗ് സീക്വൻസ് ഓഫ് എ സബ് റൂട്ടീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോളിംഗ് സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പൈൻഡ് ഓപ്പറേഷൻ ഓഫ് കോളർ, പ്രൊലോഗ് ആൻഡ് എപ്പിലോഗ്. അതായത് കോളറിന് മുമ്പ് നടക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതേപോലെ കോൾ ചെയ്യുന്ന ഫംഗ്ഷന്റെ അകത്ത് വെച്ച് ഒരു മുമ്പും അതിനുശേഷവും നടക്കുന്ന ഒരു കോഡുണ്ട്. അതിനെ നമ്മൾ എപ്പിലോഗ് എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് കോളിംഗ് സീക്വൻസ്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്ക് നോക്കാം. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ മെയിൻ ഫംഗ്ഷന്റെ അകത്ത് വെച്ച് ഞാൻ ഫു എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഫു കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കൺട്രോൾ ഷുഡ് ഗോസ് ടു ഫു. അപ്പോൾ ഞാൻ ഇവിടെ R1 എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ഇടുകയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഫു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അവിടെ വേറൊരു രജിസ്റ്റർ, ആ രജിസ്റ്ററിന്റെ അകത്ത് ഞാൻ 20, ദാറ്റ് ഈസ് R1 എന്ന് തന്നെയാണ് അതിന്റെ പേര്, ദാറ്റ് ഈസ് 20 എന്ന് ഞാൻ അസൈൻ ചെയ്യുകയാണ്. അപ്പോ ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലോക്കൽ. ഈ ഒരു ഫു എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ലോക്കൽ ആയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് R1 എന്ന് പറയുന്നത്. അതേ പേരിൽ ഞാൻ വേറൊരു രജിസ്റ്റർ ഇവിടെയും ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ ഫു എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ R1ന്റെ വാല്യൂ 20 ആയിട്ട് ഓവർ റൈറ്റ് ചെയ്യും. ഓവർ റൈറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വരുമ്പോൾ R1ന്റെ വാല്യൂ എന്തായിട്ട് തന്നെ വരും? 20 ആയിട്ട് തന്നെ വരും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരുന്നു. ഇവിടെ പക്ഷെ ഫു എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ R1ന്റെ വാല്യൂ എന്തായി മാറി? 20 ആയിട്ട് മാറി. അതിന് കാരണം ഞാൻ ഇവിടെ ഈ ഒരു രജിസ്റ്ററിന്റെ വാല്യൂ ഞാൻ എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഓവർ റൈറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നടക്കും. ഓവർ റൈറ്റ് എന്ന് പറയുന്ന കാര്യം നടക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് 2 ടെക്നിക്സ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന കോളിംഗ് സീക്വൻസ്. നമുക്കറിയാം കോളിംഗ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് നടക്കുന്ന കോഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോളിംഗ് സീക്വൻസ് കോഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ R1 എന്ന് പറയുന്ന പർട്ടിക്കുലർ രജിസ്റ്റർ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടെമ്പററി വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. T1 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അവിടെ R1ന്റെ വാല്യൂ 20 ആയിട്ട് അസൈൻ ചെയ്യുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ ഫംഗ്ഷൻ തിരിച്ചു വരുന്നു. ആ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ച് ഫൂവിലേക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തിരുന്ന ടെമ്പററി ഒരു വാല്യൂയിലേക്ക് സ്റ്റോർ ചെയ്തിരുന്ന T1 എന്ന് പറയുന്ന ഒരു എൻട്രിയിലേക്ക് സ്റ്റോർ ചെയ്തിരുന്ന വാല്യൂ ഞാൻ തിരിച്ച് R1ലേക്ക് കൊടുക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ R1ലേക്ക് എന്ത് വാല്യൂ തിരിച്ചു വരും? 10 എന്ന് പറഞ്ഞ വാല്യൂ തിരിച്ചു വരും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്യൂ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോഴും R1ന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു കോളറിലേക്ക് പാസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു സേവ് ദ രജിസ്റ്റർ വാല്യൂ ഓഫ് ദി കോളർ. കോളറിന്റെ എന്ത് രജിസ്റ്റർ വാല്യൂസ് നമുക്ക് സേവ് ചെയ്യണം. രജിസ്റ്റർ വാല്യൂസ് സേവ് ചെയ്തത് മാത്രം മതിയോ? തിരിച്ചു വരുമ്പോൾ ആ സേവ് ചെയ്ത വാല്യൂസ് റീസ്റ്റോർ ചെയ്യുകയും വേണം. അപ്പൊ ഇതിനെയാണ് സേവിങ് റീസ്റ്റോറിങ് രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ
പ്രൊലോഗും എപ്പിലോഗിലും ഈ ഒരു സംഭവം ചെയ്യാം. അപ്പോൾ ഫംഗ്ഷനിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, R1-നകത്തുള്ള രജിസ്റ്റർ, ദാറ്റ് ഈസ് മെയിൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിരുന്ന R1 എന്ന് പറഞ്ഞ രജിസ്റ്ററിന്റെ കണ്ടന്റ് ഞാൻ ഒരു ടെമ്പററി ലൊക്കേഷനിലേക്ക് എടുക്കുന്നു. അതിനുശേഷം ഞാൻ ഫൂ എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് ഞാൻ റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ R1-ലേക്ക് പഴയ വാല്യൂ കൊടുക്കുന്നു. പഴയ വാല്യൂ കൊടുക്കുമ്പോൾ ഇപ്പോൾ R1-ന്റെ വാല്യൂ എന്തായിട്ട് മാറും, R1-ന് നേരത്തെ എന്തായിരുന്നോ വാല്യൂ ഉണ്ടായിരുന്നത് ആ വാല്യൂ തന്നെ വരും. അപ്പോൾ R1-ന്റെ വാല്യൂ ഇപ്പോൾ എന്തായി മാറി, 10 ആയിട്ട് മാറി. അപ്പോൾ 10 ആയിട്ട് മാറിയതിന് ശേഷം തിരിച്ച് ഏത് ഫംഗ്ഷനിലേക്ക്, കോളർ ഫംഗ്ഷനിലേക്ക്, ദാറ്റ് ഈസ് മെയിൻ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, വീണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ R1-ന്റെ വാല്യൂ 10 ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ രണ്ട് സൊല്യൂഷൻ ആണ്. സേവിങ് ആൻഡ് റീസ്റ്റോറിംഗിൽ നമുക്ക് ഒന്നുകിൽ എപ്പിലോഗിലും പ്രൊലോഗിലും ആയിട്ട് അതിന്റെ കോഡ് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ കോളിംഗ് സീക്വൻസ് കോഡിനകത്ത് ആ ഒരു പർട്ടിക്കുലർ കോഡ് എഴുതുക. അപ്പൊ ഇങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ഒരു സേവിങ് റീസ്റ്റോറിംഗ് പ്രോബ്ലത്തിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് വൺ, എന്താണ് ഈ കോളിംഗ് സീക്വൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ്? നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒരു ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം. ഫസ്റ്റ് വൺ, അതിന് ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പാസ് ചെയ്യാം. നെക്സ്റ്റ് വൺ, റിട്ടേൺ എങ്ങോട്ടാണ്, ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എങ്ങോട്ടാണ് വരേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. നെക്സ്റ്റ് വൺ, പ്രോഗ്രാം കൗണ്ടർ ചേഞ്ച് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ കറന്റ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് 1000 ആണെന്ന് വിചാരിക്കുക. ഞാൻ ഫൂവിലേക്ക് പോവുകയാണെങ്കിൽ ഫൂവിന്റെ അഡ്രസ് എന്ന് പറയുന്നത് 2000 ആയിരിക്കും. സേ 2000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, PC കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിനെ ഞാൻ എങ്ങോട്ടെങ്കിലും സേവ് ചെയ്യണം. ഓക്കെ, റിട്ടേൺ കാര്യം ഞാൻ സേവ് ചെയ്തതിന് ശേഷം ഈ ഒരു വാല്യൂ 2000 എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ PC-ക്കകത്ത് അപ്ലോഡ് ചെയ്യണം. PC എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു രജിസ്റ്റർ ആണ് PC എന്ന് പറയുന്നത്, പ്രോഗ്രാം കൗണ്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റാക്ക് പോയിന്റർ ചേഞ്ച് ചെയ്യണം. കാരണം ഒരു സബ് റൂട്ടീൻ ആയതുകൊണ്ട് അത് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാക്ക് പോയിന്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ, സേവ് രജിസ്റ്റർ ദാറ്റ് മൈറ്റ് ബി ഓവർ റിട്ടേൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ കോളർ ഫംഗ്ഷനകത്ത് നമ്മൾ ഏതെങ്കിലും രജിസ്റ്റേഴ്സ് വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള രജിസ്റ്റർ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണം. ദെൻ അടുത്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫ്രെയിം പോയിന്റർ നമ്മൾ പുതിയ ഫ്രെയിം പോയിന്റർ സെറ്റ് ചെയ്യണം. അതായത് ഞാൻ A എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്നും ഞാൻ B കോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫ്രെയിം പോയിന്റർ ഞാൻ സെറ്റ് ചെയ്യണം. ഈ ഫ്രെയിം പോയിന്റർ എന്ന് പറയുന്നതിനകത്ത് ഇരിക്കുന്ന വാല്യൂ എന്തായിരിക്കും, ഈ ഫ്രെയിം പോയിന്ററിനകത്ത് ഇരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എയുടെ ഫ്രെയിം പോയിന്റർ നേരത്തെ എവിടെയാണോ പോയിന്റ് ചെയ്തിരുന്നത് അവിടെ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് FP ഓഫ് A എന്നാണ്. ഈ FP ഓഫ് എയുടെ വാല്യൂ ആയിരിക്കും ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് FP ഓഫ് B'ക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതെന്തിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഡൈനാമിക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് എങ്ങോട്ടേക്ക് വരാൻ പറ്റും, A എന്ന് പറയുന്ന സബ് റൂട്ടീനിലേക്ക് വരാൻ പറ്റും. അതാണ് ഫ്രെയിം പോയിന്റർ. ദെൻ ഇനിഷ്യലൈസ് കോഡ് ഫോർ ന്യൂ ഒബ്ജക്റ്റ് ഇൻ ദ അതായത് നമുക്ക് ഫ്രെയിമിനകത്ത് എന്തൊക്കെ വാല്യൂസ് വേണം, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യേണ്ടി വരും, ടെമ്പററീസ് വാല്യൂസ്, ലോക്കൽ വേരിയബിൾസ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. ഇനി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ ഒരു സബ് റൂട്ടീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് ചിലപ്പോൾ ഒരു ഫംഗ്ഷനിലേക്ക് തിരിച്ച് റിട്ടേൺ വാല്യൂസ് പാസ് ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടത് ആരുടെ കടമയാണ്, കോളിംഗ് സീക്വൻസിന്റെ കടമയാണ്. ഇനി വല്ല എക്സിക്യൂട്ടിംഗ് ഫൈനലൈസിംഗ് കോഡ് ഫോർ ലോക്കൽ ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഫൈനലൈസേഷൻ കോഡ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ ഒരു ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത സ്റ്റാക്ക് ഫ്രെയിം ഡീഅലോക്കേറ്റ് ചെയ്യണം. അതും ആരുടെ ഫംഗ്ഷൻ ആണ്, അതും കോളിംഗ് സീക്വൻസിന്റെ ഫംഗ്ഷൻ ആണ്. ഇനി റീസ്റ്റോറിംഗ് രജിസ്റ്റേഴ്സ്, ഇപ്പൊ കോൾ ചെയ്യുന്ന കോളറിലെ വല്ല രജിസ്റ്റേഴ്സ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ സേവ് ചെയ്ത കാര്യങ്ങളെല്ലാം തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്ത് കൊടുക്കണം. അതേപോലെ റീസ്റ്റോറിംഗ് PC വാല്യൂ, നേരത്തെ നമ്മൾ 1000 ഉണ്ടായിരുന്ന വാല്യൂ അതിന് നമ്മൾ സ്റ്റോർ ചെയ്തായിരുന്നു, ആ 1000-നെ തിരിച്ച് റീസ്റ്റോർ ചെയ്യിക്കണം. അപ്പോൾ അതാണ്
ഏതിനകത്തുള്ളത്? ഇത്രയും കാര്യങ്ങളാണ് കോളിംഗ് സീക്വൻസിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒരു സ്റ്റാറ്റിക് ചെയിൻ, മെയിൻറ്റെയിനിങ് സ്റ്റാറ്റിക് ചെയിൻ. അതായത് നമ്മുടെ സ്റ്റാറ്റിക് ചെയിൻ എന്ന് പറയുന്നത് ഒരു സബ് റൂട്ടീന്റെ ലെക്സിക്കൽ സറൗണ്ടിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലിങ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ലിങ്ക് എന്ന് വിളിക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെയിൻറ്റെയിനിങ് സ്റ്റാറ്റിക് ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്ക് രണ്ട് പ്രോബ്ലംസ് റേസ് ചെയ്യാം, രണ്ട് കേസസ് റേസ് ചെയ്യാം. ഒന്ന്, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എയുടെ അകത്തുനിന്ന് ഞാൻ ബിനെ കോൾ ചെയ്യാണ്. ഓക്കെ, എയുടെ അകത്തുനിന്ന് ഞാൻ ബിയെ കോൾ ചെയ്യാണ്. അപ്പോ ബി എന്ന് പറയുന്ന സബ് റൂട്ടീന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് എന്താവാം? എ ആകാം. എ ആകുന്ന കേസാണ് ഫസ്റ്റ് വൺ. ഓക്കെ, എ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ എയുടെ ഫ്രെയിം പോയിന്റർ എന്താണോ അത് നമ്മൾ എങ്ങോട്ടേക്ക് പാസ് ചെയ്താൽ മതി? ബിയിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് അതല്ല. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് കുറെ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പോൾ ലാസ്റ്റ് കിടക്കുന്ന കണ്ടന്റ് ആണ് നമുക്ക് വേണ്ടത് എന്ന് വിചാരിക്കുക. ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെയാണ് ബി കിടക്കുന്നത്, ഇവിടെയാണ് എ കിടക്കുന്നത്. ഇനി ബിയുടെ സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്, ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇനി എയിൽ നിന്നും നമ്മൾ ബിയിലേക്ക് പോകുമ്പോൾ ബിയുടെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്താണെന്നുള്ള കാര്യം ആരാണ് പാസ് ചെയ്യേണ്ടത്? എ ആണ് കണ്ടുപിടിച്ച് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഏതാണെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് എന്ത് ചെയ്യും? അത് ലെക്സിക്കൽ സറൗണ്ടിങ് വഴി അതെന്ത് ചെയ്യും? അത് എവിടെയാണ് ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ബിയുടെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് ചിലപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വരും? കെ തവണ എന്ത് ചെയ്യേണ്ടി വരും? ഡി റെഫറൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? കെ ടൈംസ് ഡി റെഫറൻസ് ചെയ്യുമ്പോഴായിരിക്കും ബി എന്ന് പറയുന്നതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ബി എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ ലെക്സിക്കൽ സറൗണ്ടിങ് എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എയിൽ നിന്നും ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ബിയുടെ ആക്ച്വൽ ആയിട്ടുള്ള ലെക്സിക്കൽ സറൗണ്ടിങ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവസാനം പറയുന്നു. ഇനി അതിനു മുമ്പ് നമുക്ക് ചെയ്യേണ്ടത് ഓരോ സീക്വൻസിലും, അതായത് കോളർ എന്ന് പറയുന്നത് ആള് എന്ത് ചെയ്യണം, പ്രൊലോഗ് എന്ത് ചെയ്യണം, എപ്പിലോഗ് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് സ്റ്റാക്കിന്റെ ഇത് നേരത്തെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. എസ് പി എന്ന് പറയുന്നത് എന്തിനകത്തായിട്ടായിരിക്കും പോയിന്റ് ചെയ്തിരിക്കുന്നത്? എസ് പി പോയിന്റ് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ ഒരു അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് യൂസ്ഡ് ലൊക്കേഷനിലായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പോയിന്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് യൂസ്ഡ് ലൊക്കേഷനിലാണ്. ഇനി ഫ്രെയിം പോയിന്റർ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അത് ഓൾറെഡി ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ്. ഫ്രെയിം പോയിന്റർ പോയിന്റ്സ് ടു എ ലൊക്കേഷൻ ദാറ്റ് സ്റ്റോർ ദി സേവ്ഡ് ഫ്രെയിം പോയിന്റർ. അതായത് അത് ആരാണോ കോൾ ചെയ്തത് ആ ഫ്രെയിമിന്റെ FP അഡ്രസ് ആയിരിക്കും അവിടെ സേവ് ചെയ്തിരിക്കുന്നത്. എ കോൾസ് ബി ആണ് എന്നുണ്ടെങ്കിൽ എയുടെ ഫ്രെയിം പോയിന്ററിന്റെ ലൊക്കേഷൻ ആയിരിക്കും FPയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ലോക്കൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യാനുള്ള സംഭവമുണ്ട്. അതേപോലെ ടെമ്പററി വാല്യൂസ്, ആർഗ്യുമെന്റ്സ്, അതെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ സ്റ്റാക്കിനകത്ത് നമ്മൾ സ്റ്റാക്ക് അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നതാണ് കറണ്ട് ഫ്രെയിം എന്ന് പറയുന്നത്. ഈ കറണ്ട് ഫ്രെയിമിന്റെ താഴെ കിടക്കുന്നത് എന്തായിരിക്കും? കോളറിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. ഓക്കെ, ആ പർട്ടിക്കുലർ സബ് റൂട്ടീൻ, ഈ ഒരു സബ് റൂട്ടീനെ കോൾ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും താഴെ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ കോളിംഗ് സീക്വൻസ്, അതായത് ഫസ്റ്റ് കോളിംഗ് സീക്വൻസിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു നോക്കാം. അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്തിട്ട് വേണം അവൻ അങ്ങോട്ടേക്ക് കൺട്രോളിൽ ഷിഫ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി. ഫസ്റ്റ് വൺ, കോളറിന്റെ എന്തെങ്കിലും രജിസ്റ്റേഴ്സ് സേവ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ പാസ് ചെയ്യേണ്ട ആർഗ്യുമെന്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് പാസ് ചെയ്യുക? അത് സ്റ്റാക്കിലേക്ക് പാസ് ചെയ്യുക. അതായത് നമുക്കറിയാം ഒരു ഫ്രെയിം അലോക്കേറ്റ് ചെയ്ത് കാണും. ഇപ്പോൾ എ ആണ് കോളർ എങ്കിൽ
ബിക്ക് വേണ്ടി നമ്മൾ ബിക്ക് വേണ്ടി ഒരു ഫ്രെയിം അലോക്കേറ്റ് ചെയ്ത് കാണും. ആ ബിയുടെ ഫ്രെയിമിനകത്ത് ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്? ആർഗ്യുമെന്റ്സ് ആണ്. അപ്പോൾ ആർഗ്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത സാധനം നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ദെൻ സ്റ്റാറ്റിക് ലിങ്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? എ തന്നെയാണ്. കോൾ ചെയ്യുന്നത് ആരാണോ അയാളാണ് സ്റ്റാറ്റിക് ലിങ്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതൊരു ഹിഡൻ പാരാമീറ്റർ ആയിട്ട്, ഒരു ഹിഡൻ ആർഗ്യുമെന്റ് ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ആർക്ക് പാസ് ചെയ്ത് കൊടുക്കും? കോളിംഗ് ഫംഗ്ഷന് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, മെയിനിൽ നിന്നും ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ മെയിൻ എന്ത് ചെയ്യും? ആഡിന്റെ സ്റ്റാറ്റിക് ലിങ്ക് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ഹിഡൻ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യും. ദെൻ ഒരു സ്പെഷ്യൽ സബ് കോൾ ഉപയോഗിച്ച് സേ ജെ സബ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും? ആ ഒരു പർട്ടിക്കുലർ സബ് റൂട്ടീൻ കിടക്കുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യും. ഇത് കൂടാതെ തന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടെ പാസ് ചെയ്യും? റിട്ടേൺ അഡ്രസ്സും കൂടെ നമ്മൾ പാസ് ചെയ്യും. അതായത് തിരിച്ച് ഈ ഒരു പർട്ടിക്കുലർ റൂട്ടീനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് നമ്മളെ മെയിൻ ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ കോളർ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ എവിടെ തൊട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു റിട്ടേൺ അഡ്രസ്സ് നമ്മൾ പാസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? കോളിംഗ് സീക്വൻസ്. അതായത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത് കൺട്രോൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണം? രജിസ്റ്റേഴ്സിന്, അതായത് കോളറിന്റെ വല്ല രജിസ്റ്റേഴ്സും സേവ് ചെയ്യാനാണെങ്കിൽ അത് സേവ് ചെയ്യുക, പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് അത് പാസ് ചെയ്യുക, സ്റ്റാറ്റിക് ലിങ്ക് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഒരു ഹിഡൻ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുക അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുക. ദെൻ ഒരു സബ് റൂട്ടീൻ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ഫംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് കോളിയിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ പാസ് ചെയ്ത് കൊടുക്കുക? റിട്ടേൺ അഡ്രസ്സും കൂടെ പാസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വൺ പ്രൊലോഗ്. പ്രൊലോഗ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൊലോഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രൊലോഗ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഒരു ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് സ്റ്റാക്കിനകത്ത് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ആരാണ് ചെയ്യുന്നത്? പ്രൊലോഗ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഓൾഡ് എഫ് പി, അതായത് ഇവിടെ ഇതായിരുന്നു ഓൾഡ് എഫ് പി എന്ന് വിചാരിക്കുക. ഓൾഡ് എഫ് പി. ഈ ഓൾഡ് എഫ് പിനെ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് ഓൾഡ് എഫ് പി സേവ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ഒരു എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ സേവ് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? ന്യൂ എഫ് പി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ന്യൂ എഫ് പി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇത് ചെയ്യുന്നത് ആരാണ്? പ്രൊലോഗ് ആണ്. സ്റ്റാറ്റിക് ലിങ്ക് ശരിയാക്കുന്നത് ആരാണ്? കോളർ ആണ്. പക്ഷേ ഡൈനാമിക് ലിങ്കിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം പോയിന്റർ സെറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രൊലോഗ് ആണ്. അതിനുശേഷം സേവ് എനി കോളി രജിസ്റ്റേഴ്സ്, അതായത് ഇപ്പോൾ കോളർ, അതായത് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് വേണ്ടി വല്ല രജിസ്റ്റേഴ്സ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്യുന്നതും ആരാണ്? അത് അലോക്കേറ്റ് ചെയ്യുന്നത് പ്രൊലോഗ് ആണ്. കോളി സേവ്സ് രജിസ്റ്റേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ഓവർറിട്ടൺ ബൈ കറന്റ് റൂട്ടീൻ. അതെല്ലാം എന്ത് ചെയ്യും? അത് പ്രൊലോഗ് സേവ് ചെയ്യും. അതിനുശേഷം എപ്പിലോഗ് എന്താണ് ചെയ്യുന്നത്? അതായത് നമ്മൾ എപ്പിലോഗ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? എപ്പിലോഗ് എന്ന് പറയുന്നത് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് പർട്ടിക്കുലർ ഫംഗ്ഷൻ വിളിക്കുന്നു, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ ആഡ് ഫംഗ്ഷൻ ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അതെന്തൊക്കെയാണ് ചെയ്യുന്നത്? റിട്ടേൺ വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്ക് മാറ്റുക? ഒരു റിസർവ്ഡ് ലൊക്കേഷനിലേക്ക് മാറ്റുക. അത് നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടതാണ്, കോളറിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. ഇനി കോളി രജിസ്റ്റേഴ്സിനെ റീസ്റ്റോർ ചെയ്യുക. ആരാണോ കോൾ ചെയ്യുന്നത് അയാളുടെ രജിസ്റ്റേഴ്സ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സേവ് ചെയ്യുക. ദെൻ എഫ് പിയും പഴയ എഫ് പിയും ഇപ്പോൾ ഇതാണ് എസ് പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എസ് പി പുതിയ എസ് പി എന്തായിട്ട് മാറും? ഇതായിട്ട് മാറും. കാരണം അതിനെ ഞാൻ ഡീഅലോക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഈ എഫ് പി മാറി പഴയ എഫ് പി ആയിട്ട് മാറ്റണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? എപ്പിലോഗ് ആണ്. ദെൻ ജംപ് ബാക്ക് ടു റിട്ടേൺ അഡ്രസ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കോളറിലേക്ക് എത്തും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൂവ്സ് ദ റിട്ടേൺ വാല്യൂ ടു വാട്ട് എവർ ഇറ്റ് ഈസ് റിക്വയർഡ്. അതായത് ഞാൻ എ ഈസ് ഈക്വൽ ടു സം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു റിട്ടേൺ വാല്യൂ എനിക്ക് കിട്ടും. ആ റിട്ടേൺ വാല്യൂ എങ്ങോട്ടേക്ക് മാറ്റുക? റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് 30 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയിലേക്ക് ഞാൻ 30യെ കൊണ്ടുവരിക. അതെന്ന് പറയുന്നത് ചെയ്യുന്നത് ആരാണ്? ഫൈനലി നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇവിടെ ഒരു കോഡുണ്ട്. ഇവിടെ ആയിട്ടൊരു കോഡുണ്ട്.
കോളിംഗ് സീക്വൻസ് കോഡ് ഉണ്ട്. ആ കോഡാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ വാല്യൂസിനെ കറസ്പോണ്ടിങ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ റീസ്റ്റോർ കോളർ സേവ് രജിസ്റ്റേഴ്സ് വല്ലതും ഉണ്ടോന്നുണ്ടെങ്കിൽ അത് നേരത്തെ സ്റ്റോർ ചെയ്ത സാധനം റീസ്റ്റോർ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളും ആരാണ് ചെയ്യുന്നത്, ഈ കോളിംഗ് സീക്വൻസ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ എപ്പിലോഗും പ്രൊലോഗും അതേപോലെ കോളിംഗ് സീക്വൻസും ചെയ്യുന്ന പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യൽ കേസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, നമുക്ക് റിട്ടേൺ അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഒരു കാര്യത്തിന്റെ റിട്ടേൺ അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണം. സേ ഞാനാണെങ്കിൽ അതിനു വേണ്ടി ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ എടുത്തു, ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ പി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, പി സിയുടെ വാല്യൂ 1000 ആയിരുന്നു. ഞാൻ ഇത് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിലേക്ക്, ആഡ് ഫംഗ്ഷൻ കിടക്കുന്നത് 2000 എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, പി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2000 ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 1000 പോകും. അപ്പോൾ ഇതിന് ഈ ഒരു അപ്ഡേഷൻ നടക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പി സിയുടെ വാല്യൂ ഞാൻ ലിങ്കേജ് രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിൽ കൊണ്ടുവയ്ക്കും. ഓക്കെ, എന്നിട്ടാണ് ഇതിനെ ഞാൻ 2000 കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ആഡ് ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ലിങ്കേജ് രജിസ്റ്ററിനകത്തുള്ള കണ്ടന്റ് ഞാൻ എങ്ങോട്ടേക്ക് മാറ്റും, തിരിച്ച് പി സിയുടെ വാല്യൂ ആയിട്ട് മാറ്റും. അപ്പോൾ ഇതൊരു രജിസ്റ്റർ ഓപ്പറേഷൻ ആയത് കാരണം പെട്ടെന്ന് തന്നെ നടക്കും. അപ്പോൾ ഇതിന് വേണ്ടി പ്രത്യേകം സ്റ്റാക്കിലേക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊരു രജിസ്റ്റർ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്തിനു മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഇഫ് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ആഡ് കോൾ ചെയ്തു അങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെസ്റ്റഡ് സബ് റൂട്ടീൻ കോളിൽ ആഡിൽ വെച്ച് വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, ലിങ്കേജ് രജിസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സിമിലർലി ഇനി അടുത്തതെന്ന് പറയുന്നത് സേവ് ഓർ റീസ്റ്റോർ എന്ന് പറയുന്ന കാര്യം. നോൺ ലോക്കൽ വേരിയബിൾസിനെ സേവ് ചെയ്യുക, നോൺ റീസ്റ്റോർ ചെയ്യുക. അതിന് സ്റ്റാക്കിന്റെ, അപ്പോൾ അങ്ങനെയൊന്നും വിത്ത് നോൺ ലോക്കൽ വേരിയബിൾസ്, അതായത് ഒരു സബ് റൂട്ടീൻ്റെ അകത്ത് വിത്ത് നോൺ ലോക്കൽ വേരിയബിൾസ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊന്നും സേവ് ചെയ്യേണ്ട, രജിസ്റ്ററിനെ റീസ്റ്റോറും ചെയ്യേണ്ട അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഒരു സ്റ്റാക്ക് ഫ്രെയിമിന്റെ ആവശ്യമില്ല. അപ്പോൾ സ്റ്റാക്ക് ഫ്രെയിമിന്റെ ആവശ്യമില്ല. സേ ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ ആഡ് 10,20. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ, അതായത് 10+20 ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് ഇതിനെ രജിസ്റ്ററിലേക്ക് മാറ്റുന്നു. R1 എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ R2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഞാൻ മാറ്റുന്നു. അപ്പോൾ ഞാൻ സ്റ്റാക്കിനകത്തൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഞാൻ എന്തിലോട്ട് മാറ്റുകയാണ്, ഞാനാണെങ്കിൽ രജിസ്റ്ററിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനാണെങ്കിൽ അതിനെ രജിസ്റ്റർ ഓപ്പറേഷൻ ചെയ്യുന്നു. സേ ആഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഞാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാക്ക് എന്ന് പറയുന്നതിനകത്ത് ചെന്ന് വീണ്ടും രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഞാൻ രജിസ്റ്ററിലേക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ വാല്യൂ ഞാൻ രജിസ്റ്ററിലേക്കാണ് ഞാൻ വാങ്ങിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്കിന്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കുകയും അതുവഴി നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതാണ് രണ്ട് മെത്തേഡ് എന്ത് ചെയ്യാനുള്ള, ഒപ്റ്റിമൈസേഷൻ ചെയ്യാനുള്ള രണ്ട് മെത്തേഡിനകത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ആഡ് ഓൺ ആയിട്ട് നമ്മൾ കുറച്ച് രജിസ്റ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടായിരുന്നു സ്റ്റാറ്റിക് ചെയിൻ കണ്ടുപിടിക്കുന്നത് കോളറിന്റെ ആരാണോ കോൾ ചെയ്യുന്നത് അയാളുടെ ഒരു ജോബാണ് സ്റ്റാറ്റിക് ലിങ്ക് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അതെന്ന് പറയുന്നത് k ടൈംസ് ഡീറെഫറൻസ് ചെയ്യേണ്ടി വരും. ഒരു ഇതിൽ നിന്നും k ടൈംസ് മാറിയാണ് അതിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് ഉള്ളതെങ്കിൽ അത് k ടൈംസ് ഡീറെഫറൻസ് ചെയ്താൽ മാത്രമേ അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള കാര്യം എവിടെയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു അറയാണ്. ഇതെന്ന് പറയുന്നത് ഒരു അറയാണ്. ഓക്കെ, അറയ്ക്കകത്ത് നമുക്ക് എന്ത് കാണും, കുറേ ലൊക്കേഷൻസ് കാണും. ഓക്കെ, നമുക്ക് ഇനി ഒരു സ്റ്റാക്ക് ഫ്രെയിം എടുക്കുകയാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും jth ലൊക്കേഷനിൽ നമുക്ക് ഇത്രയും ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ലൊക്കേഷനിൽ ഇത് കാണും, ഇവിടെ ഒരു റെഫറൻസ് കാണും. ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും,
ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, സേ ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇനി ഇതിന്റെ അകത്ത് സേ ഐ എന്ന് പറയുന്നത് ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ലെക്സിക്കൽ സറൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സേ എക്കകത്ത് നിന്ന് ബിയുടെ സ്റ്റാറ്റിക് ലിങ്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കെ മാറിയാണ് എന്നുണ്ടെങ്കിൽ സേ ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ ഒരു വാല്യൂ ഐ അറിയാമെങ്കിൽ, ഈ ഒരു ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് അറിയാമെങ്കിൽ ഐ മൈനസ് കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, സേ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് എത്ര 1 2 3 4, അപ്പോൾ കെയുടെ വാല്യൂ എന്താണ്, കെ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ, കെ എന്ന് പറയുന്ന 4. അപ്പൊ ഐ മൈനസ് 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഐ മൈനസ് 1 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് 4. അപ്പൊ അതിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ഐ മൈനസ് 4 ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്ത് കിട്ടി, അതിന്റെ സ്റ്റാറ്റിക് ലിങ്ക് കിട്ടി. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഡീറിഫറൻസ് ചെയ്ത് എങ്ങോട്ടാണ് എന്ന് പറഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഐ മൈനസ് കെ എന്ന് പറഞ്ഞ കെത്തെ ഡെപ്തിലാണ് കിടക്കുന്നതെങ്കിൽ ഐ മൈനസ് കെ എന്ന് പറഞ്ഞൊരു എൻട്രി നോക്കിയാൽ മതി. എ ഓഫ് ഐ മൈനസ് കെ നോക്കിയ എ എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേ എങ്കിൽ ഐ മൈനസ് കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റിക് ലിങ്ക്, ആ ഒരു പർട്ടിക്കുലർ സബ് റൂട്ടീന്റെ സ്റ്റാറ്റിക് ലിങ്ക് അല്ലെങ്കിൽ ലെക്സിക്കൽ സറൗണ്ടിങ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന് എക്സ്ട്രാ സ്പേസ് വേണ്ടി വരും. ഇത് എന്ന് പറയുന്ന ഡിസ്പ്ലേ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ സ്പേസ് വേണ്ടി വരും. അതെന്ന് പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ റെജിസ്റ്റർ വിൻഡോ. അപ്പോൾ റെജിസ്റ്റർ വിൻഡോ എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് നമ്മൾ റിസ്ക് മെഷീൻസിനകത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ റിസ്ക് മെഷീൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ് റൂട്ടീനും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് അലോക്കേറ്റ് ചെയ്യും. സേ എൻ്റെ റിസ്ക് മെഷീൻ്റെ അകത്ത് സേ 64 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 64 രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 64നെ ഞാൻ എന്തായിട്ട് 8 സെറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്തു. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് എത്ര രജിസ്റ്റർ സെറ്റ് ഉണ്ട്, 8 രജിസ്റ്റർ സെറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 8 രജിസ്റ്റർ സെറ്റുള്ള 8 കാര്യങ്ങളായിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ 8 വിൻഡോ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വിൻഡോയ്ക്കകത്ത് അപ്പോൾ എത്ര രജിസ്റ്റർ ഉണ്ട്, 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അപ്പോൾ നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് 8 സബ് റൂട്ടീൻസിനെ വിളിക്കാൻ പറ്റും. അറ്റ് എ ടൈംസ് 8 സബ് റൂട്ടീനിന്റെ പ്രൊസീജിയർ കോളിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ പ്രൊസീജിയറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, 8 രജിസ്റ്റേഴ്സ്, ആ പ്രൊസീജിയേഴ്സിൽ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര രജിസ്റ്റേഴ്സ് ഉണ്ടോ അത്രയും രജിസ്റ്റേഴ്സ് വെച്ച് നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുകയും അതിന്റെ ടെമ്പററീസ് സ്റ്റോർ ചെയ്യുകയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആ ഒരു 8 രജിസ്റ്റേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, as long as the program does not call down chain longer than 8 calls. അതായത് നമുക്ക് ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ വിളിച്ചു, ആ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ വിളിച്ചു, അങ്ങനെ നമ്മൾ പോയി 8ൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 8 നെസ്റ്റഡ് സബ് റൂട്ടീൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു രജിസ്റ്റർ കൺസെപ്റ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ ഒരു രജിസ്റ്റർ വിൻഡോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ രജിസ്റ്റർ വിൻഡോയുടെ സൈസ് 4 ആണെന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെ 4 ആയി, സേ എ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ വിൻഡോ, ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ വിൻഡോ, സി എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ വിൻഡോ, ഇതെന്ന് പറയുന്നത് ഡി. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആർക്കിടെക്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നെസ്റ്റഡ് സബ് റൂട്ടീൻ എത്ര എണ്ണം ചെയ്യാൻ പറ്റും, നമുക്ക് 4 എണ്ണം ചെയ്യാൻ പറ്റും. ഓക്കെ, 1 2 3 4 എണ്ണം ചെയ്യാൻ പറ്റും. ഓരോ സബ് റൂട്ടീനകത്തും ആ ഒരു സബ് റൂട്ടീൻ എത്ര രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും, 3 രജിസ്റ്റേഴ്സ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട്, 4 × 3 ദാറ്റ് ഈസ് 12 രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ടോട്ടൽ 12 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 12 രജിസ്റ്റേഴ്സിനെ ഞാൻ 4 വിൻഡോ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ വിൻഡോയ്ക്കകത്ത് 3 രജിസ്റ്റേഴ്സ് കൊടുത്തു. അപ്പൊ ഞാൻ സേ എ എന്ന് പറയുന്നതിനെ കോൾ ചെയ്യാണ്, ഞാൻ ചുമ്മാ പറയാണ്, എനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. എയിൽ നിന്ന് ഞാൻ ബി കോൾ ചെയ്യണമെന്ന് വിചാരിക്കുക, എയിൽ നിന്ന് ഞാൻ ബി കോൾ ചെയ്യുകയാണെങ്കിൽ ബിക്കകത്ത് എത്ര ഫംഗ്ഷൻസ് എത്ര രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും, 3 രജിസ്റ്റേഴ്സ്. ബിയിൽ നിന്നും ഞാൻ സി കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്
3 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഡി കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ക് 3 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം എനിക്ക് അത്രയേ പറ്റത്തുള്ളൂ. ഡിയിൽ നിന്നും എനിക്ക് ഇ കോൾ ചെയ്യാൻ പറ്റൂ? നോ. ഇ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് എന്തില്ല, എനിക്ക് ടോട്ടൽ അറ്റ് എ ടൈം എനിക്ക് എത്ര ആക്റ്റീവ് സബ് റൂട്ടീൻസേ പറ്റത്തുള്ളൂ? എനിക്ക് 4 സബ് റൂട്ടീൻസ് മാത്രമേ ആക്റ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്. ഒരു എണ്ണം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻലൈൻ എക്സ്പാൻഷൻ. അപ്പൊ ഇൻലൈൻ എക്സ്പാൻഷന്റെ അകത്തും നമുക്ക് എന്ത് വേണ്ട, സ്റ്റാക്കിന്റെ യൂസേജ് വേണ്ട. അപ്പൊ ഇൻലൈൻ എന്ന് പറയുന്നത് whenever that function is called the code replaces, അതായത് മാക്രോ പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോഡ് വന്ന് അതിനകത്ത് റീപ്ലേസ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ, ഇത് ഇൻലൈൻ മാക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ x is equal to max of ഞാൻ പറയുകയാണ് 10,20 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് അറ്റ് കമ്പൈൽ ടൈമിൽ ഈ മാക്സ് എന്ന് പറയുന്നത് മാറി എന്തായിട്ട് മാറും? മാക്സ് മാറിയിട്ട് ഈ ഇത്രയും കോഡായിട്ട് മാറും. അതിന്റെ കോഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. ദാറ്റ് ഈസ് 10 greater than 20 ആണ് എന്നുണ്ടെങ്കിൽ 10, അല്ല എന്നുണ്ടെങ്കിൽ 20. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ആയിരിക്കും. ഈ കണ്ടീഷൻ ഫോൾസ് ആയത് കാരണം 20 ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ഇൻലൈൻ എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. ഇൻലൈൻ എന്ന് പറയുമ്പോൾ സബ് റൂട്ടീൻ കോൾ ആവത്തില്ല, അതിന് പകരം ആ സബ് റൂട്ടീൻ റീപ്ലേസ് ചെയ്യും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോഡ് റീപ്ലേസ് ചെയ്യും. അപ്പൊ മാക്സ് മാറിയിട്ട് മാക്സിന്റെ കോഡായിരിക്കും ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് റീപ്ലേസ് ആവുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻലൈൻ എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. അത് അങ്ങനെ ഇൻലൈൻ ആയിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റാക്ക് ഓവർഹെഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഇതിനകത്ത് സിംഗിൾ ലൈൻ ആണ്. സേ ഒരു ഫംഗ്ഷന്റെ അകത്ത് 10 ലൈൻ ഓഫ് കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സാധനം 10 പ്രാവശ്യം വിളിച്ചു എന്ന് വിചാരിക്കുക, കോൾ ചെയ്തെന്നും വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ലൈൻ ഓഫ് കോഡ് ഇൻക്രീസ് ചെയ്യും. ലൈൻ ഓഫ് കോഡ് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യവും അത് റീപ്ലേസ് ചെയ്ത് 10 ലൈൻ ഓഫ് കോഡ് വരും. അപ്പോൾ 100 ലൈൻ ഓഫ് കോഡ് എന്ത് ചെയ്യും? ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനകത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻലൈൻ ഫങ്ഷൻസ് എഴുതേണ്ടത്. ഇനി അടയ്ക്കകത്ത് നമ്മൾ ഇൻലൈൻ ഫംഗ്ഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ എഴുതുക. പക്ഷെ കോൾ ചെയ്യുമ്പോൾ ഇൻലൈൻ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പ്രാഗ്മ ഇൻലൈൻ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ വിളിക്കുമ്പോൾ എന്ത് ഫംഗ്ഷൻ, പ്രാഗ്മ ഇൻലൈൻ എന്ന് പറഞ്ഞ് വിളിച്ചാൽ മാത്രമേ അതെന്തായിട്ട് മാറുകയുള്ളൂ, അത് ഇൻലൈൻ എക്സ്പാൻഷൻ ആയിട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും പ്രാഗ്മ ഇൻലൈൻ മാക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കോഡ് എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അടയ്ക്കകത്ത് ഇൻലൈൻ എക്സ്പാൻഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന? പ്രാഗ്മ എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. പ്രാഗ്മ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോളിംഗ് സീക്വൻസിനകത്തുള്ളത്. അപ്പൊ ഈ ഒരു പോർഷനോട് നമ്മൾ കോളിംഗ് സീക്വൻസ് എന്ത് ചെയ്യാം